ട്രേഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ് PSU ബാങ്ക്സിനെ കുറിച്ചിട്ടാണ്. നമുക്കിനി സ്ലൈഡിലേക്ക് പോകാം. സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇപ്പോൾ പറയപ്പെടുന്നത് നെക്സ്റ്റ് ജനറേഷൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് PSU ബാങ്ക്സ്. നെക്സ്റ്റ് ജനറേഷൻ PSU ബാങ്ക്സ് എന്നാണ് ഇപ്പോൾ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്കുകളെ കുറിച്ചിട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. അത് നമുക്ക് 10-20 മേലെ സെൻട്രൽ ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ചുരുക്കി ഇപ്പോൾ കുറേ മെർജൊക്കെ ചെയ്തിട്ട് നമുക്ക് 12 PSU ബാങ്ക്സ് ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളത്. നമുക്ക് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പറയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എല്ലാവർക്കും അറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. സെക്കൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB. അനദർ വൺ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ BOB. പിന്നെ കനറ ബാങ്ക്. അതിനുശേഷം വരുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് IOB. പിന്നെ യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാസ്റ്റ് വൺ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. നമ്മളിപ്പോൾ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാവർക്കും സുപരിചിതമായ പോലെ തന്നെ SBI. നമുക്കതിൻ്റെ ബ്രീഫ് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയോ. SBI ആദ്യം തുടങ്ങുന്നത് തന്നെ 1806 ആദ്യത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേര് ബാങ്ക് ഓഫ് കൽക്കട്ട എന്നായിരുന്നു 1806. അതിനുശേഷം 1809 ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേര് മാറ്റി പിന്നീട് അത് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന പേരായി മാറി. 1809 ബാങ്ക് ഓഫ് ബംഗാൾ എന്നായിട്ട് അതിൻ്റെ പേര് മാറ്റി. അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് അതുപോലെ തന്നെ വേറെ 2 ബാങ്ക് കൂടി സബ്സിഡറി ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. 1840 ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് 1843 ബാങ്ക് ഓഫ് മദ്രാസ്. ഇങ്ങനെ 3 ബാങ്കായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ടായി. അതിനുശേഷം 1921 ഈ 3 ബാങ്കും കൂടി മെർജ് ചെയ്തിട്ട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഒരു ബാങ്ക് അവർ ഫോം ചെയ്തിട്ടുണ്ടായി 1921. അപ്പോൾ RBI ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. അതിനെ അവർ ഇമ്പീരിയൽ ബാങ്കിനെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അവർ അറിയപ്പെടുന്നത്, അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1931 RBI സ്ഥാപിതമാകുന്നത്. അതിനുശേഷം നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ ഇമ്പീരിയൽ ബാങ്കിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നത്. അത് 1955 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് അത് മാറ്റപ്പെടുന്നത്. അതിനുശേഷം 1960 ശേഷമാണ് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പല ബാങ്കുകളും അക്യൂർ ചെയ്യുന്നതും പിന്നെ സബ്സിഡിയറീസ് ഉണ്ടാക്കുന്നതും ഒക്കെ. അതിനുശേഷം 1960 ശേഷമാണ് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇവിടെ പല സബ്സിഡിയറീസും SBI സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബംഗാൾ ആൻഡ് ജയ്പൂർ, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBT. ഇങ്ങനെ പല സബ്സിഡിയറീസും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട്. അതിനുശേഷം ഈ സബ്സിഡിയറീസ് എല്ലാം പിന്നീട് അത് മെർജ് ചെയ്തിട്ട് SBIയിലേക്ക് മാറിയിട്ടുണ്ടായി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയാണ് ഫസ്റ്റ് മെർജ് ചെയ്ത് SBIയിലേക്ക് 2008. അതിനടുത്ത വർഷം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറും കൂടി മെർജ് ചെയ്തു. അതിനുശേഷം ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം ബാക്കിയുള്ള എല്ലാ സബ്സിഡിയറീസും സ്റ്റേറ്റ് ബാങ്കിലേക്ക് ലയിക്കുകയുണ്ടായി. അത് 2017 ഫസ്റ്റ് ഏപ്രിലാണ് ബാക്കിയുള്ള എല്ലാ സബ്സിഡിയറീസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് മാറിയത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ജയ്പൂർ, ഹൈദരാബാദ്, മൈസൂർ, പട്യാല, പിന്നെ ട്രാവൻകൂർ SBT ഇതെല്ലാം കൂടിയിട്ട് മെർജ് ചെയ്തു. അതിനുശേഷം ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഭാരതീയ മഹിളാ ബാങ്കും ഇതിനോട് അനുബന്ധിച്ച് അതിലേക്ക് ലയിക്കുകയുണ്ടായി. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു $1 ട്രില്യൺ ബിസിനസ് ബാങ്ക് ആയിട്ട് പിന്നീട് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറി. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. പിന്നെ നമുക്കതിൻ്റെ പറഞ്ഞ പോലെ തന്നെ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡെപ്പോസിറ്റിൻ്റെ ബേസിലാണെങ്കിലും അഡ്വാൻസിൻ്റെ ബേസിലാണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ബേസിലാണെങ്കിലും ബാങ്കിങ് ഔട്ട്ലെറ്റിൻ്റെ ബേസിലാണെങ്കിലും
ലാർജ് ബാങ്ക് ഇൻ ഇന്ത്യ ആണ് SBI. 2009 ടോട്ടൽ കസ്റ്റമേഴ്സ് 43.51 43 കോടി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രാഞ്ചസ് പറയപ്പെടുന്നത് 22,010 ബ്രാഞ്ചസ് ഉണ്ട് ടോട്ടൽ ഇന്ത്യയിലും പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലുമായിട്ട്. പിന്നെ പാൻ ATM, CDMs ആൻഡ് റീസൈക്കിൾ 58,000-ഓളം ഉണ്ട്. അതുപോലെ തന്നെ ബിസിനസ് കറസ്പോണ്ടന്റ് ഔട്ട്ലെറ്റ്സ് 57,000 അതുമുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. പിന്നെ പറയാന്നുണ്ടെങ്കിൽ റവന്യൂ ബേസിന്റെ ടോട്ടൽ റവന്യൂ 2019 2,79,644 കോടി രൂപ ടോട്ടൽ റവന്യൂ. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2,78,781 കോടി രൂപ എക്സ്പെൻഡിച്ചറും നെറ്റ് പ്രോഫിറ്റ് 862 കോടി രൂപ നെറ്റ് പ്രോഫിറ്റും ഉണ്ടായിരുന്നു 2019. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 50,80,914 കോടി ആണ് ടോട്ടൽ അസറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ഹോൾഡിംഗ് ഷെയർസ് 61.23 ആണ്. അത്രയും ഷെയർസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 2019 പ്രകാരം 2,57,252 എംപ്ലോയീസ് ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. ഇപ്പോൾ ഇന്നലത്തെ ഷെയർ പ്രൈസ് പ്രകാരം 155 രൂപയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് വരുന്നത്. പിന്നെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയപ്പെടുന്നത് 1,38,688 കോടിയാണ് ഷെയർ ക്യാപിറ്റൽ വാല്യൂ വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. പിന്നെ പറയുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറീസ് എന്ന് പറയപ്പെടുന്നത് 2 എണ്ണയുള്ളൂ. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് 701 രൂപയാണ്. അടുത്ത് SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ് 529 രൂപയാണ് മാർക്കറ്റിൽ ഇതിന്റെ റേറ്റ്. ആകെ ഈ 2 കമ്പനീസ് മാത്രമാണ് സബ്സിഡിയറീസ് മാത്രമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടാണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സബ്സിഡിയറീസ്. പിന്നെ കുറേ വേറെ സബ്സിഡിയറീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് 2 എണ്ണം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. SBI ജനറൽ ഇൻഷുറൻസ് ആൻഡ് SBI മ്യൂച്വൽ ഫണ്ട്സ്. ഇനിയുള്ള നമ്മളുടെ ഡിസ്കഷനിൽ ബാക്കിയുള്ള എല്ലാ സബ്സിഡിയറീസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതായിരുന്നു നമ്മുടെ സ്ലൈഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ലൈഡ്. നമുക്കിനി ഇതിന്റെ വെബ്സൈറ്റിലേക്ക് പോയി നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹോം പേജ്. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹോം പേജിൽ തന്നെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതിലൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൂപ്പർ ആപ്പാണ് യോനോ. ഇതിൽ എല്ലാം അത്രയ്ക്കും സ്മൂത്ത് ആണ്, ഈസിയാണ് ഈ ഒരു ആപ്പ്. പിന്നെ ഇതാണ് ഇതിന്റെ ഹോം പേജ്. ഇതിലെല്ലാ ഇന്റർനെറ്റ് ബാങ്കിങ് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഒരു എന്താ പറയുക ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടിയുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. ഇതാണ് ഇതിന്റെ ഹോം പേജ് എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്കിതിന്റെ SBI ഗ്രൂപ്പ് സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കാം. നമുക്ക് 2 ഗ്രൂപ്പായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നത് നോൺ ബാങ്കിങ് സബ്സിഡിയറീസ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്. നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് തന്നെ പറയുന്നത് SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് 100% ഷെയർ ഹോൾഡിംഗ് SBIയുടെ കയ്യിൽ തന്നെയാണ്. അതിൽ തന്നെ SBI ക്യാപ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, SBI വെഞ്ചർ ലിമിറ്റഡ്, SBI ക്യാപ് UK ലിമിറ്റഡ്, SBI ക്യാപ് ട്രസ്റ്റ് ആൻഡ് ലിമിറ്റഡ്, സിംഗപ്പൂർ ലിമിറ്റഡ്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഹെഡിങ് നമുക്ക് നോക്കി പോവാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് ആണ് ഒരു സബ്സിഡിയറി. പിന്നെ പറയുന്നത് SBI DFHI ലിമിറ്റഡ്. ഇത് അവരുടേതായിട്ടുള്ള ബോൺസുകളും ഗവൺമെന്റ് ബോൺസുകളും അതെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഡിവിഷനാണ്. 69.404% ഷെയർ ഹോൾഡിംഗ് ഇവരുടെ തന്നെയാണ്. പിന്നെ അടുത്തത് SBI മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റ് ആൻഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. എല്ലാ മ്യൂച്വൽ ഫണ്ട്സും ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഡിവിഷനാണ്. പിന്നെ SBI ഗ്ലോബൽ ഫാക്ടേഴ്സ് ലിമിറ്റഡ്. SBI ഗ്ലോബൽ ആയിട്ടുള്ള എല്ലാ ഡീലിങ്സും ഇവർ ത്രൂ ആണ് ചെയ്യുന്നത്. പിന്നെ SBI പെൻഷൻ ഫണ്ട് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്. SBI പെൻഷൻ ഫണ്ടും പെൻഷനോടനുബന്ധിച്ചുള്ള എല്ലാ ഫണ്ടിങ്ങും കാര്യങ്ങളും ഈ ഒരു ഡിവിഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ SBI ഫണ്ട് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസറി ഡിവിഷനാണ്. ഫണ്ടിൻ്റെതായിട്ടുള്ള എല്ലാ അഡ്വൈസറിയും ഈ ഒരു ഡിവിഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അടുത്തത് SBI കാർഡ് ആൻഡ് പേയ്മെന്റ് സർവീസസ്. ഇത് സെപ്പറേറ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനാണ്. SBI കാർഡ് ആൻഡ് പേയ്മെന്റ് സർവീസ് എന്ന് പറയപ്പെടുന്നത് ഇവരുടേതായിട്ടുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡിന്റെയും പിന്നെ ഓൺലൈൻ പേയ്മെന്റ്സിന്റെ എല്ലാം ഇവരുടെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ
പിന്നെ അടുത്ത് വരുന്നത് SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ്. ഇത് ലൈഫ് ഇൻഷുറൻസ് ഡിവിഷനാണ്. ഇതും സെപ്പറേറ്റ് ആയിട്ട് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയും കൂടിയാണ്. പിന്നെ SBI SD ഗ്ലോബൽ സെക്യൂരിറ്റി സർവീസ് ലിമിറ്റഡ്, ഇതും ഒരു ഗ്ലോബൽ സെക്യൂരിറ്റീസിൻ്റെ ഡിവിഷൻ ആയിട്ടാണ് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. പിന്നെ അടുത്ത് വരുന്നതാണ് SBI ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ്, ഇതിൻ്റേതായിട്ടുള്ള ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റിൻ്റേതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാം നമുക്ക് സപ്പോർട്ടുകളെല്ലാം കൊടുക്കുന്ന ഒരു ഡിവിഷനാണ് SBI ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 74% SBIയുടെ കയ്യിലാണ് അതിൻ്റെ ഷെയർസ്. പിന്നെ വേറൊരു ഡിവിഷനാണ് SBI ജനറൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ജനറൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ജനറൽ ഇൻഷുറൻസിനോടനുബന്ധിച്ചിട്ട് എല്ലാതും ഈ ഒരു ഡിവിഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇതൊരു 49% ഷെയർസ് എഡ്ജ് ടെക്നോളജീസ്, നമ്മളുടെ ടെക്നോളജീസിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെ അപ്ഡേഷനും ഇവരുടെ എല്ലാതും ചെയ്യപ്പെടുന്നത് ഈ ഒരു ഡിവിഷനാണ്. പിന്നെ 49% SBI ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊരു വേറൊരു ഡിവിഷനാണ്, ഇൻഫ്രാസ്ട്രക്ചറിനോടനുബന്ധിച്ചൊരു ഡിവിഷനാണ്, 49% ഹോൾഡ് ചെയ്യുന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് പ്രൈവറ്റ്, ഒമാൻ ഇന്ത്യ ജോയിൻറ്റ് വെഞ്ചർ ലിമിറ്റഡ്, SBI ഫൗണ്ടേഷൻ, SBI ഇൻഫ്രാ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ. പിന്നെ ഇതെല്ലാം ഇതിനൊരു സബ്സിഡറി കമ്പനീസ് ആണ്. ഇത് ഫുള്ളായിട്ടും SBIയുടെ കയ്യിലല്ല, 40%, 50% ഒക്കെയാണ് ഉള്ളത്. ബാക്കിയെല്ലാം ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ ജിയോ പേയ്മെൻറ്റ് ബാങ്ക്, ജിയോയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ജിയോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ 30% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് SBI ആണ്. ബാക്കി മാത്രമേ ഉള്ളൂ നമ്മളുടെ റിലയൻസിൻ്റെ കയ്യിൽ. പിന്നെ വേറെ ഡിവിഷനാണ് SBI പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ്, അതും ഈ ഒരു ഡിവിഷനിൽ ഇവരുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതെല്ലാം ഇവരുടെ സ്മൂത്ത് വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷൻസ് ആണ് ഇതെല്ലാം SBIയുടെ അണ്ടറിൽ വരുന്ന ഒരു ഗ്രൂപ്പുകളാണ്. പക്ഷെ ഇതിനെല്ലാം ഒരു സബ്സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം കോസ്റ്റ് സെപ്പറേറ്റ്, ഇതെല്ലാം വരുന്നത് SBIയുടെ ഒരു അണ്ടറിലാണ്. പിന്നെ അടുത്തൊരു സെക്ഷനാണ് ഫോറിൻ ബാങ്കിങ് സബ്സിഡിയറീസ് ആൻഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് വേറെ ഡിവിഷൻ വരുന്നത്. ഇത് വേൾഡിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഡിവിഷനാണ് SBI. പറയുന്നത് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാലിഫോർണിയ, SBI കാനഡ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ UK ലിമിറ്റഡ്, CIBL മോസ്കോ ബാങ്ക്, SBI ഇന്തോനേഷ്യ, നേപ്പാൾ ബാങ്ക് ലിമിറ്റഡ്, നേപ്പാൾ ബാങ്ക് മെർച്ചന്റ് ബാങ്ക് ലിമിറ്റഡ്, പിന്നെ ബാങ്ക് ഓഫ് ഭൂട്ടാൻ ലിമിറ്റഡ്, ബാങ്ക് SBI ബോസ്വാന ലിമിറ്റഡ്. പിന്നെ പറഞ്ഞ ഭൂട്ടാൻ്റെ 20% ഷെയർസ് അവരിലുണ്ട്. ബാങ്ക് ഓഫ് ഭൂട്ടാൻ ലിമിറ്റഡ് 20% SBI ആണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം സ്റ്റേറ്റ് ബാങ്ക്, SBI സർവീസ് ലിമിറ്റഡ് ബ്രസീൽ, ഇതെല്ലാം ഇന്റർനാഷണൽ ബാങ്കുകളായിട്ടുള്ള ടൈപ്പും അവിടെ SBI അവിടെ നമ്മുടേതായിട്ടുള്ള എല്ലാം SBIയുടെ അവിടുത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഔട്ട്ലെറ്റ്സും ഇവരവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സ്മൂത്ത് വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ എല്ലാം അവർ ചെയ്തിട്ടുള്ളത്. ഇതാണ് SBIയുടെ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഇത് തന്നെ SBI ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ സ്പ്ലിറ്റ് ചെയ്തു. സെയിം ആയിട്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ഗ്രൂപ്പ് തന്നെയാണ്. ഇത് വേറൊരു ഇതിൽ മാത്രം ഒരു ലിങ്ക് കൊടുത്തു എന്ന് മാത്രമേ, ഇത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതാത് വെബ്സൈറ്റിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഷെയറിൻ്റെ ഇതിലേക്ക് പോയി നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് പബ്ലിക് സെക്ടറാണ്, ബാങ്ക് പബ്ലിക് സെക്ടറാണ്. 155 രൂപ ആണ് മാർക്കറ്റ് റേറ്റിൽ. ഇത് മാർക്കറ്റ് വളരെ ഡൗൺ ആയതുകൊണ്ടാണ് 11 രൂപ കുറഞ്ഞിട്ടുള്ളത്. ഇത് 52 വീക്ക് ലോയിലൊക്കെ എടുക്കുന്നത്. അത് ഏറ്റവും 52 വീക്ക് ലോയിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എടുക്കുന്നത്. ഹൈ 373, ലോ 155 വരെ വന്നു. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,38,658 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ബുക്ക് വാല്യൂ 219, കറണ്ട് മാർക്കറ്റ് റേറ്റ് 155 ആണ്. അപ്പോൾ നല്ല ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഫേസ് വാല്യൂ 1 രൂപയുള്ളൂ. പിന്നെ ഇതിൻ്റെ നെറ്റ് സെയിലും കാര്യങ്ങളും നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു.
2019 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, 860 കോടി രൂപ വരെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് അടുത്തുനിന്ന് അവർ ഡിവിഡൻഡ് ഒന്ന് കൊടുത്ത് 2017 കൊടുത്തിട്ടുള്ളതാണ്, 18ഉം 19ഉം കൊടുത്തിട്ടില്ല ഡിവിഡൻഡ്. പിന്നെ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ ഉള്ളത് 5.15 ഷെയർസ് ആണ്. ബാക്കിയെല്ലാം ഇൻഷുറൻസ് കമ്പനികളും മ്യൂച്വൽ ഫണ്ടുകളും F11ഉം ഡൊമസ്റ്റിക്കും ആണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ നമുക്കൊന്ന് എന്താ പറയുക, അതൊരു സെൻട്രൽ ഗവൺമെൻറ് കമ്പനിയാണ്, ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. സോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ കുറച്ച് വർഷങ്ങളിലായിട്ട് നമുക്കതിന് ലോസ് കാണിക്കുന്നത് കുറേ അവരുടെ കിട്ടാക്കടങ്ങളെല്ലാം എഴുതി ആ ഒരു കെയർ ഓഫിലാണ്. ഇൻ ഫ്യൂച്ചറിൽ അത് എല്ലാം മാറും, നമുക്ക് നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. ഇപ്പം നമ്മളിതിൻ്റെ മൊത്തം അസറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കമ്പനിയാണ്, ഡൗട്ടില്ല അതിൽ. പിന്നെ അടുത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനി സബ്സിഡിയറി ആയിരുന്നു SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ്. ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് 529 രൂപയാണ്. 52 വീക്ക് ലോ 501 രൂപ, 52 വീക്ക് ലോ ഹൈ 769 രൂപ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 49,000 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബുക്ക് വാല്യൂ 52 രൂപയുള്ളൂ. പിന്നെ നെറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അവർ. സെയില് ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ആവറേജ് 2,400 കോടി രൂപയുടെ സെയിൽ നടക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഫുള്ളായിട്ട് വന്നിട്ടില്ല, എന്നാലും ഒരു 100 കോടി രൂപ ആവറേജ് 100 കോടി രൂപ വരെ ആവറേജ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ SBIയുടെ ഒരു ഡിവിഷൻ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട് 10%. അപ്പോൾ 1 രൂപ ഡിവിഡൻഡും കൊടുത്തിട്ടുണ്ട് അവർ SBI കാർഡിന്. ഇൻ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു റിട്ടേൺ കിട്ടും എന്തായാലും. SBI കാർഡ് നല്ലൊരു ബൈ ആണ് SBI ഓൾവേസ്. ഇതാണ് SBIയുടെ കാർഡിൻ്റെ എന്താ പറയുക, ഇത് നമ്മളുടെ ഷെയറിൻ്റെ ഡീറ്റെയിൽസ്. ഇതാണ് SBI കാർഡിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ SBI കാർഡിൻ്റെ വെബ്സൈറ്റ്. മെയിനായിട്ട് ഇതന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡിൻ്റെതായിട്ടുള്ള എല്ലാ അതാണ് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. കൊണ്ട് ക്രെഡിറ്റ് കാർഡ് ബെനിഫിറ്റ്സ്, പേ, ഓഫർ, റിവാർഡ്സ് സെപ്പറേറ്റ് ഡിവിഷനാക്കി മാറ്റി എന്നേ ഉള്ളൂ. ഇതാണ് SBI കാർഡിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് ഡിവിഷനാണ്. മാർക്കറ്റിൽ ഇപ്പോൾ 700 രൂപയുടെ റേറ്റ്, ഇന്ന് വളരെയധികം ഡൗൺ ആയി, 51 രൂപ വരെ പോയി 6.81% ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. 52 വീക്ക് ലോ 519, ഹൈ 1030 വരെ പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 69,871 കോടി രൂപ, ബുക്ക് വാല്യൂ 89 രൂപ, ഫേസ് വാല്യൂ 10 രൂപ ഉണ്ട്. നമ്മളിതിൻ്റെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവറേജ് സെയിൽ എന്ന് പറയപ്പെടുന്നത് ഒരു 500 കോടി രൂപ ആവറേജ് സെയിലുണ്ട്. പ്രോഫിറ്റ് ഏകദേശം ആ റേഞ്ചിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ട് നമുക്ക്. 500 കോടി രൂപ 500 കോടി രൂപ 300 കോടി രൂപ ആ റേഞ്ച് ആവറേജ് പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ഡിവിഡൻഡ് ഇപ്പോൾ റീസെൻ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഡിവിഡൻഡ് 20%, 2 രൂപ ഡിവിഡൻഡും കൊടുക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിലെ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ 2.27 ഉള്ളൂ, ബാക്കിയെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലും പിന്നെ പബ്ലിക് സെക്ടർ മറ്റേ F11ഉം ഡൊമസ്റ്റിക്കും ആണ് അത് ഹോൾഡ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ടുകളാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു ബൈ തന്നെയാണ് SBI ലൈഫ് ഇൻഷുറൻസ്. ഇതിൻ്റെ വെബ്സൈറ്റ് ഇതാണ്. ശരിക്കും നമ്മളെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ പോലെ തന്നെ ഒരു വെബ്സൈറ്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത്, SBI ലൈഫ്. ഇതാണ് SBI ലൈഫിൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, സോ ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചുള്ളൊരു പിക്ചർ. സോ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റിൽ ഇപ്പോൾ മൂന്ന് ഷെയർസാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കാർഡ്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഇതിലാണ് കാർഡ് ആൻഡ് പേയ്മെൻറ്റ്സും പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ലൈഫ് ഇൻഷുറൻസ് മാത്രമാണ് 3 ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നല്ല റീസണബിൾ റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
ഓക്കെ, സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.